ഇത് ടോറൽ നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ റിക്കവറി വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ സർജറി കഴിഞ്ഞാലുള്ള റിക്കവറി. മുട്ട് മാറ്റിവെക്കൽ സർജറി സാധാരണയായിട്ട് ചെയ്യുക നല്ല സിവിയർ ആയിട്ടുള്ള നീ പെയിൻ ഉള്ളവരിലാണ്. അതായത് ആർത്തൈറ്റിസ് വന്ന് മുട്ട് പൂർണ്ണമായിട്ടും ബാധിച്ചു കഴിഞ്ഞവരിലാണ് ഈ സർജറി ചെയ്യാറുള്ളത്. സർജറി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പേഷ്യന്റ് ഇതേപോലെ സപ്പോർട്ട് വെച്ച് നടക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഒരിക്കലും നടക്കുന്നതല്ല ഫുൾ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഫങ്ഷണൽ ആക്ടിവിറ്റീസും അറ്റ്ലീസ്റ്റ് 90% സർജറിക്ക് ശേഷം ചെയ്യാൻ കഴിയുന്നതാണ് ഫുൾ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ സർജറി കഴിഞ്ഞ 3 ആഴ്ച മുട്ടിന്റെ ഏരിയയിൽ നന്നായി പെയിൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ റീഹാബിലിറ്റേഷൻ ടൈമിലും പേഷ്യന്റ് പെയിൻ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലരിൽ രാത്രി കാലങ്ങളിൽ നന്നായിട്ട് പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇതെല്ലാം സർജറി കഴിഞ്ഞ 1 മാസം വരെയാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. അതിനുശേഷം പെയിൻ ഗ്രാജുവൽ ആയിട്ട് കുറയാറുമുണ്ട്. ഇതിൽ തന്നെ സർജറിക്ക് ശേഷം റെഗുലർ ആയിട്ട് ഫിസിയോതെറാപ്പി ഫോളോ ചെയ്തവരിൽ ഈസി ആയിട്ട് ഫ്ലെക്സിബിലിറ്റി ഗെയിൻ ചെയ്യാനും പിന്നെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസി അച്ചീവ് ചെയ്യാനും കഴിയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർത്രൈറ്റിസ് വന്ന് മുട്ടിനെ നന്നായി ബാധിച്ചു കഴിഞ്ഞാൽ ഈ സർജറി വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തുടക്കത്തിൽ പെയിൻ ഉണ്ടാകുമെങ്കിലും അത് റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കുറയുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.